ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ജിലേബിയുടെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാനൊരു 4 പ്രാവശ്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയതിന് ശേഷമാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് തൈര്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണാണ് കേട്ടോ, അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ. പാകത്തിനുള്ള അളവാണ് വെള്ളത്തിൻ്റെത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ തിക്കായിട്ട് കൂടുതൽ തിക്ക് പോലെ തോന്നും. പിന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലൂസായി പോയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൺസിസ്റ്റൻസി ലൂസായി പോയാൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം കേട്ടോ. 1 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് പഞ്ചസാര അലിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ലെമൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പകുതി ലെമനൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ. ഓപ്ഷണലാണ്, ചേർത്തില്ലാലും കുഴപ്പമില്ല. പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സിറപ്പൊന്ന് തിക്കാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. 1 നൂൽ പരുവമാകണമെന്നൊന്നുമില്ല, കുറച്ച് തിക്കായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതുപോലുള്ള ഐസിങ് ബാഗ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി. നമുക്കിതിലോട്ട് മാവ്, നേരത്തെ തയ്യാറാക്കിയ മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വലിയ ഹോൾസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. പെർഫെക്റ്റ് ഷേപ്പ് ആകണമെന്നൊന്നുമില്ല കേട്ടോ, ജിലേബിക്ക് അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പൊന്നുമില്ല. നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ ചൂടാണ്. എണ്ണയുടെ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരില്ല. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോൾ ഷുഗർ സിറപ്പൊന്നും അതിലോട്ട് പിടിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ ചൂടാകരുത്. എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകുന്ന പരുവത്തിൽ അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് പാകത്തിനുള്ള ചൂടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്പി ആക്കി എടുക്കണം. പക്ഷേ നല്ലോണം കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഓവർ ക്രിസ്പി അങ്ങനെ ആക്കിയെടുക്കണ്ട. അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴും ഷുഗർ സിറപ്പ് അതിലോട്ട് കയറില്ല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ലൂസായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉടനെ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ വെക്കണ്ട. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ.
ഈ ഒരു അളവിൽ നമുക്കൊരു 25-30 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ജിലേബി ഞാൻ കുറേ മുമ്പ് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഈ ജിലേബി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് അതിലോട്ട് കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ ഒട്ടും കൊള്ളില്ല. പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ജിലേബി ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റായി കിട്ടിയപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത ജിലേബിയൊക്കെ കാണാൻ കുഴപ്പമില്ല, നല്ല ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കഴിക്കാനും അങ്ങനെ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കഴിക്കുന്ന പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനതൊന്നും ഷെയർ ചെയ്യാത്തത് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റായി കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഷുഗർ സിറപ്പിൽ. എല്ലായിടത്തും ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് വെച്ചിട്ട് മാറ്റണം കേട്ടോ. പിന്നെ കൂടുതൽ നേരം വെച്ചേക്കരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബിയാണ്. ഷുഗർ സിറപ്പൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് കുറച്ചൊന്ന് അതിൻ്റെ ഷേപ്പൊന്ന് പൊങ്ങി വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇടുമ്പോൾ അത് ഷുഗർ സിറപ്പ് നല്ലോണം അതിലോട്ട് പിടിക്കത്തുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചുട്ടെടുത്ത ഉടനെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചുട്ടെടുക്കുമ്പോഴും അപ്പം തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് 1 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണ്ട, അപ്പോൾ അത് പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.